ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നോർമൽ സേമിയ അല്ല, നമ്മൾ കാരമൽ സേമിയ പായസമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാവേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സേമിയയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വരുവേ. അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മൾ നന്നായിട്ട് ആ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സേമിയയൊക്കെ പെട്ടെന്ന് അങ്ങ് ഡാർക്ക് കളറാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അതേ നമ്മുടെ സേമിയ ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവേ. ഇനി അതേ പാനിൽ തന്നെ നമ്മൾ കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ അതും മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പായസം തയ്യാറാക്കാനായിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കാവേ. പാത്രം നല്ലതുപോലെ ഒന്ന് ചൂടായി നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യം തന്നെ കാരമൽ ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ടൊരു 1/4 കപ്പോളം ഷുഗർ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം ഒന്ന് വെച്ച ശേഷം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം അതൊന്ന് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഷുഗറൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി നല്ല രീതിയിൽ തന്നെ കാരമലൈസ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒക്കെ ആക്കി കൊടുത്ത് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ഷുഗറൊക്കെ ഏകദേശമൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഷുഗർ പെട്ടെന്ന് തന്നെ നന്നായിട്ട് കാരമലൈസ് ആയി വരും കേട്ടോ. ഇപ്പോൾ ഇതേ നല്ലതുപോലെ കാരമലൈസ് ആയി എല്ലാ ഷുഗറും മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതൊന്ന് നല്ല ബ്രൗൺ കളറായാലാണ് നമ്മുടെ ആ ഒരു പായസത്തിനും അതേ ഒരു കളറ്, ആ ഒരു പിങ്ക് കളറ് പോലെ നമുക്ക് പായസം കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ഷുഗറൊക്കെ നല്ലതുപോലെ ഡാർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കുറച്ച് സമയവും കൂടി ഒന്ന് വെച്ച് കൊടുക്കണേ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതേ നല്ല ബ്രൗൺ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ 1 ടീസ്പൂണോളം നെയ്യും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 500 ml പാലിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്, അതായത് 1/2 ലിറ്റർ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 250 ml പാലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് റോസ്റ്റ് ചെയ്ത സേമിയ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതൊന്ന് വെന്ത് വരാനായിട്ട് കേട്ടോ. കുറച്ച് സമയം അതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാവേ. അപ്പോൾ ഞാനത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് തിളയൊക്കെ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാനൊരു 1/4 കപ്പോളം ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം കൂട്ടിയോ കുറച്ചോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ സേമിയ ആയതുകൊണ്ട്. ഞാനിവിടെ പാല് 2 ബാച്ചായിട്ടാണ് കേട്ടോ. ഒന്ന് നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത ശേഷമാണ് ബാക്കിയുള്ള പാല് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സേമിയയൊക്കെ നന്നായിട്ട് കുറുകി പോകാനായിട്ടുള്ള, ആ പായസമൊക്കെ നന്നായിട്ട് കുറുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു സമയം തന്നെ ഞാൻ കാഷ്നട്ടും കിസ്മിസും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദേ നമ്മുടെ സേമിയയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കാരമൽ സേമിയ പായസം ഇവിടെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.